കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ തൃണമൂൽ കോൺഗ്രസ് വിദ്യാർത്ഥി നേതാവടക്കം 3 പേർ പിടിയിലായി. തൃണമൂൽ നേതാവും അഭിഭാഷകനുമായ മനോജിത് മിശ്ര, കോളേജ് ജീവനക്കാരൻ സഹപാഠി എന്നിവരാണ് പിടിയിലായത്. സൗത്ത് കൊൽക്കത്ത ലോ കോളേജിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം. തെക്കൻ കൊൽക്കത്തയിലെ ലോ കോളേജിന്റെ ഗാർഡ് റൂമിൽ ബുധനാഴ്ചയാണ് ക്രൂരമായ ബലാത്സംഗം നടന്നത്. സംഭവത്തിലെ മുഖ്യപ്രതി തൃണമൂൽ കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ മനോജിത് മിശ്രയാണ്. ഇതോടെ മമതാ ബാനർജി സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് കൊൽക്കത്തയിലുണ്ടായത്. പരീക്ഷാ ഫോം പൂരിപ്പിക്കാനെത്തിയ വിദ്യാർത്ഥിനിയാണ് കൂട്ടബലാത്സംഗത്തിനിരയായത്. കോളേജ് യൂണിയൻ മുറിയിലിരുന്ന വിദ്യാർത്ഥിനിയെ 3-അംഗ സംഘം കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് പരാതി. നാടിനെ നടുക്കിയ സംഭവമെന്ന് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. മുഖ്യപ്രതി മനോജിത് മിശ്രയും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്ന ചിത്രങ്ങൾ BJP നേതാക്കൾ പുറത്തുവിട്ടു. മനോജിത് മിശ്ര, സായിബ് അഹമ്മദ്, പ്രമിത് മുഖോപാധ്യായ എന്നിവരെ വ്യാഴാഴ്ചയാണ് പോലീസ് പിടികൂടിയത്. തൃണമൂൽ നേതാവ് മനോജിത് മിശ്ര ലോ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. മറ്റൊരാൾ കോളേജിലെ ജീവനക്കാരനാണ്. മൂന്നാമത്തെയാൾ കോളേജിലെ വിദ്യാർത്ഥിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജൂലൈ 1 വരെ കസ്റ്റഡിയിൽ വിട്ടു. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് 10 മാസം പിന്നിടുമ്പോഴാണ് നിയമകലാലയത്തിലെ കൂട്ടബലാത്സംഗം. നിയമകലാലയത്തിനകത്ത് വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തത് കൊൽക്കത്തയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.